ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലം മാറ്റം എന്നത് ഭരണകക്ഷി MLA കൂടിയായിട്ടുള്ള PV അൻവറിന്റെ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ്. എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ സ്ഥലം മാറ്റം യഥാർത്ഥത്തിൽ അൻവറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു കൂട്ട സ്ഥലം മാറ്റമായി തോന്നുന്നുണ്ടോ? ഈ ഗവൺമെന്റിന്റെ എല്ലാ നടപടികളും ഇതുപോലെയാണ്. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് UDF നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും മലപ്പുറത്ത് നടക്കുന്ന, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി വർഷങ്ങളായി പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഭരണകക്ഷി MLA തന്നെ അത് പുറത്തു പറഞ്ഞു. അതിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കുറ്റാരോപിതരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോ മലപ്പുറത്തെ മുഴുവൻ DYSP മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതിൽ 1 മാസത്തെ സർവീസ് ഉള്ളവർ കൂടിയുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സ്ഥലം മാറി വന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതെന്തിനാ ചെയ്തത് എന്ന് പറഞ്ഞാൽ കുറ്റാരോപിതരായ ആളുകളെ വെള്ളപൂശാനാണ്. ആ ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും മാറിയപ്പോ എന്നെയും മാറ്റി എന്ന് പറഞ്ഞ് കുറ്റം ആരോപിക്കപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിനും കേരളീയ സമൂഹത്തിനും അപമാനമുണ്ടാക്കിയ കുറ്റവാളികളായി ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ വെള്ളപൂശാനും അവർക്ക് സംരക്ഷണം നൽകാനുമാണ് ഗവൺമെന്റ് മറ്റുള്ളവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു കൂട്ട സ്ഥലം മാറ്റം ഉത്തരവിട്ടത്. അതൊരു ജില്ലയെ അപമാനിക്കൽ കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല മുഴുവൻ ഈ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാണ് എന്ന് വന്ന് ഇതിനെ അപമാനിക്കൽ കൂടിയാണ്. അത്യന്തം ഹീനമായ ഒരു നിലപാടാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തു വന്നാലും നന്നായില്ല എന്ന് ഉറപ്പിച്ച ഒരു ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ആണ് കേരളത്തിലുള്ളത് എന്ന് വ്യക്തമാകുന്നു. ആരോപണ വിധേയരായ ഗുരുതരമായ ആരോപണങ്ങൾ, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകല്, വ്യാജരേഖ ചമക്കല്, കള്ളക്കടത്ത്, അഴിമതി, ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോഴും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്ഥലം മാറ്റാൻ പോലും, ചുമതലകളിൽ നിന്ന് മാറ്റാൻ പോലും തയ്യാറായിട്ടില്ല. അയാൾ 3-4 ദിവസം ലീവ് എടുത്ത് പോയി എന്നതല്ലാതെ ഗവൺമെന്റ് ഒരു നടപടിയും ADGPയെ കുറിച്ചിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് മുഖം രക്ഷിക്കാൻ എടുക്കുന്ന നിലപാടുകൾ പോലും അവരുടെ മുഖം വികൃതമാക്കുകയാണ് കൂടുതൽ. ഈ സ്ഥലമാറ്റ ഉത്തരവിലൂടെ വന്നിട്ടുള്ളത് പൊതുവെ ദുർബല, കൂടെ ഗർഭിണിയും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരവസ്ഥയിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായും ശ്രീ PM സലാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തരമായി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പറ്റുന്ന വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിന് ഇങ്ങനെ സ്ഥലം മാറ്റമൊക്കെ സാധ്യവുമാണ് എന്ന് പറയുമ്പോൾ ഇത് പോലീസിനകത്തും വലിയ മുറുമുറുപ്പിന് വഴിയൊരുക്കില്ല. അവരുടെ ഒരു ആത്മവിശ്വാസത്തെ, അതായത് തെറ്റ് ചെയ്തവനെയും ചെയ്യാത്തവരെയും ഒരേ നുകത്തിൽ കെട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാവരുടെയും പട്ടികയിലേക്ക് വളരെ നല്ല റെക്കോർഡ്സ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരും പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയല്ലേ? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ നല്ല സർവീസ് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാർ കൂട്ടിച്ചേർത്തുകൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ കുറ്റാരോപിതരാണ് ഇവിടെ രക്ഷപ്പെടുന്നത്. അവരുടെ മുഖമാണ് ഗവൺമെന്റ് രക്ഷിച്ചു കൊടുക്കുന്നത്. ക്രിമിനൽസിനെ സംരക്ഷിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ഇത് പോലീസിന്റെ മുറയിനെ തീഷ്ണമായി ബാധിക്കും. അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ ക്രമസമാധാന നിലയെ കുറിച്ചുള്ള ഒരു വളരെ മോശം, മലപ്പുറത്തെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ മലപ്പുറത്ത് ജോലി ചെയ്യാൻ വരുന്ന മുഴുവൻ ആളുകളും കുറ്റവാളികളാണ്, തെറ്റ് ചെയ്യുന്നവരാണ് എന്ന ചിന്തയിലേക്കാണ് ഇത് പോകുക. അപ്പൊ സംഘപരിവാറിന് എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അത് മുഴുവൻ ചെയ്തു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല തന്റെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഏതറ്റം വരെ പോകും
എന്നുകൂടി അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, താങ്കൾ ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയത് കൊണ്ടാണ് ഈ നടപടികൾക്ക് ശേഷം KT ജലീലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് പോലീസിലും സംഘപരിവാർ അനുഭാവികളുടെ എണ്ണം കൂടുകയാണ്, ഈ ഉത്തരേന്ത്യയിലൊക്കെയാണ് ജാതിയും മതവും ഒക്കെ നോക്കി കേസെടുക്കുന്ന സമീപനമുള്ളത് എങ്കിൽ ഇപ്പോഴത് കേരളത്തിലും ഉണ്ടാകുന്നു എന്ന് KT ജലീൽ പറയുന്നുണ്ട്. വൈകി വരുന്ന വിവേകാണത്. അദ്ദേഹത്തിന് എപ്പോഴും വിവേകോദിക്കൽ വളരെ വൈകിട്ടാണ്. കാരണം ഇത് ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് തെളിവുകൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, വെറുതെ പറയുകയില്ല. മാത്രമല്ല, ഇടതുപക്ഷത്തിലെ പ്രമുഖ നേതാവായിരുന്ന CPIയിലെ ആനി രാജ വളരെ ക്ലിയറായി വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പോലും അന്ന് ആനി രാജയെയും CPIയെയും തെറി പറയാനും അവഹേളിക്കാനുമാണ് ജലീൽ അടക്കമുള്ള മാർക്സിസ്റ്റ് സഹയാത്രികർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അവർക്ക് യുദ്ധം വന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതായത് ഈ സ്ഥലം മാറ്റമടക്കം RSSനെയും BJPയും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണല്ലേ? RSS BJP അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുഖം വെളുപ്പിക്കാൻ, അവരെ സംരക്ഷിക്കാൻ നിരപരാധികളും നല്ലവരുമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായി എന്നതാണ് ഇതുകൊണ്ട് പുറത്തു വരുന്ന യാഥാർത്ഥ്യം. റൈറ്റ്, അതാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം ഉണ്ടാകുമ്പോൾ RSSന്റെ മുഖമുള്ള വികൃതമായ പോലീസ് ഉദ്യോഗസ്ഥരെ വെളുപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം സ്ഥലം മാറ്റം എന്നതാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണമായി വരുന്നത്. PMA സലാമാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. വളരെയധികം നന്ദി ശ്രീ PMA സലാം ഞങ്ങളോട് പ്രതികരിച്ചതിന്. അനുമോദ്, അതായത്